ഹൈ ക്വാളിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള വീഡിയോ ചെയ്യണം എന്ന് 200 ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. ട്രൈ ചെയ്യാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്രൂഡാണ്. ക്രൂഡിൻ്റെ ഹൈ ടൈം ഫ്രെയിമായിട്ട് ഞാൻ എടുക്കുന്നത് 4 അവേഴ്സാണ്. അപ്പം 4 അവേഴ്സിൽ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ മാർക്ക് ചെയ്യാണ്. അപ്പം ഈ മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടാൽ നമുക്കറിയാം അതൊരു അപ് ട്രെൻഡിലായിട്ടാണ് പോകുന്നത്. കാര്യം മാർക്കറ്റ് ഒരു ഹയർ ഹൈയും ഹയർ ലോയും ഫോം ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പം പെൻ ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം ഹയർ ലോസാണ് ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ഹൈസും നമുക്കതുപോലെ കിട്ടും. അപ്പം 4 അവേഴ്സ് ടൈം ഫ്രെയിമിൽ ഈ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലും അപ് ട്രെൻഡ് തന്നെയാണോ എന്ന് നോക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല നോക്കണമെന്ന്, പക്ഷേ ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും മാർക്ക് ചെയ്യുക. ഇപ്പം ഒരു ഹയർ ഹൈസും ഹയർ ലോസും ആണെങ്കിൽ അത് അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡീലിംഗ് റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 4 അവർ ടൈം ഫ്രെയിമിലോട്ട് തിരിച്ച് വന്ന് നമ്മുടെ ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും മാർക്ക് ചെയ്യാം. സോ ഇതായിരിക്കും നമ്മൾ ഡീലിംഗ് റേഞ്ചായിട്ട് വെക്കുന്നത്. ട്രെൻഡും ഡീലിംഗ് റേഞ്ചും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പോയിൻറ്റ് ഏകദേശം എവിടെ വരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മളൊരു ഫിബൊനാച്ചി ടൂൾ വെച്ചിട്ട് ഒരു 0.5 0.6 റേഞ്ചിൽ ഒരു പുൾ ബാക്ക് വരുന്ന സമയത്ത് എൻട്രി ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ജസ്റ്റ് ആ 0.5 0.6 റേഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ചെയ്യാൻ പോകുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ വരച്ച സോണിൽ വല്ല ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. കാര്യം ഞാനിപ്പോൾ 30 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ക്രൂഡിൽ 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഞാനൊരു 30 മിനിറ്റ്സിൻ്റെ ഓർഡർ ബ്ലോക്ക് അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഈ 30 മിനിറ്റ്സിൻ്റെ ഓർഡർ ബ്ലോക്ക് വെച്ച റീജിയൻ 0.5 0.6 ഫിബ് റേഞ്ചാണ് 4 അവേഴ്സ് ടൈം ഫ്രെയിമിൻ്റെ പുൾ ബാക്ക് റേഞ്ച്. ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മിറ്റിഗേറ്റ് ആയ ഒരു FEG ഉണ്ട്. അത് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫുള്ളായിട്ട് മിറ്റിഗേറ്റ് ആയിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ലോവർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സിലൊക്കെ അത് മിറ്റിഗേറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ഈ ഓർഡർ ബ്ലോക്ക് ഒരു ഹൈ ക്വാളിറ്റി ഓർഡർ ബ്ലോക്ക് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 2 കൺഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫിബ് 0.5 0.6 റേഞ്ചിലാണ് എന്നുള്ളതും, രണ്ടാമത്തെ കൺഫർമേഷൻ ഇതിൻ്റെ തൊട്ട് മേലെ ഒരു FEG ഫോം ചെയ്തു എന്നിട്ട് മാർക്കറ്റ് മേളിൽ പോയി എന്നുള്ളതാണ്. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും എന്ന് പറയുന്ന പോലെ മൾട്ടിപ്പിൾ കൺഫർമേഷൻ നമ്മുടെ എൻട്രി പോയിന്റിൽ വരികയാണെങ്കിൽ അത് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നമുക്കിപ്പം ഓൾറെഡി കിട്ടിയിട്ടുള്ളത് 2 കൺഫർമേഷനാണ്. ഇനി നമ്മളതിനുള്ളിലേക്ക് ഒരു ചെറിയ കാര്യം കൂടി ഇൻജെക്ട് ചെയ്യും. അതാണ് വോളിയം പ്രൊഫൈൽ. നമ്മൾ ഈ കണ്ടുപിടിച്ച ഏരിയയിൽ ഒരു ഹൈ വോളിയം നോഡോ ഒരു ലോ വോളിയം നോഡോ ഉണ്ടെങ്കിൽ ആ ഏരിയയുടെ എഫക്റ്റീവ്നെസ് ഇനിയും കൂടും. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഒരു വോളിയം പ്രൊഫൈൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇവിടെ യൂസ് ചെയ്തു. അപ്പോൾ നമ്മളെടുത്ത ഓർഡർ ബ്ലോക്ക് വരുന്നത് ഒരു ലോ വോളിയം നോഡിലാണ്. അതിൻ്റെ താഴെ ഒരു ഹൈ വോളിയം ഏരിയ നോഡുണ്ട്. നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ആ ഹൈ വോളിയം ഏരിയ നോഡിൻ്റെ തൊട്ട് മേലെ എൻട്രി എടുക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മളിപ്പോൾ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് അടിയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ചും കൂടെ സേഫായ എൻട്രി എന്ന് പറയുന്നത് ആ ഹൈ വോളിയം ഏരിയ നോഡിൻ്റെ മേലെ ആയിരിക്കും. അതായത് നമ്മൾ ആദ്യം വരച്ച ആ ഫിബ് സോണിൻ്റെ അടിയിലായിട്ട് വരും. ഞാൻ കൊമോഡിറ്റീസിൽ SMC ആണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ എൻ്റെ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ SMC യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബാഡ് FEG ബാഡ് ഓർഡർ ബ്ലോക്കൊക്കെ കാരണം നിങ്ങളുടെ എൻട്രി പോയിൻറ്റ് കറക്റ്റായി വരാതെ SL അടിക്കുന്നതൊക്കെ സിനാരിയോസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.